ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കുറ്റപത്രം വൈകുകയാണ്. കേസന്വേഷണം ആരംഭിച്ച് ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. അന്തിമ റിപ്പോർട്ട് എത്രയും വേഗം നൽകണമെന്ന് ഹൈക്കോടതിയും അന്ത്യശാസനം നൽകിയിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കുറ്റപത്രം വൈകിയതിനെ തുടർന്ന്, അതായത് SITയുടെ വീഴ്ചയെ തുടർന്ന് എത്രയോ പ്രതികൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ സ്വാഭാവിക ജാമ്യം വാങ്ങി അഴിക്കുള്ളിൽ നിന്നും സുഖമായി ഇറങ്ങിപ്പോയതാണ്. ഇപ്പോഴും ആ ഒരു ഇഴച്ചിൽ തുടരുകയാണ്. ഹൈക്കോടതി അന്ത്യശാസനം ഉണ്ടായിട്ടും ഇപ്പോഴും അന്തിമ റിപ്പോർട്ട് നൽകാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രത്തോളം ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു ഗുരുതര പിഴവ് SITയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും തുടരുകയല്ലേ? ഗുഡ് മോർണിംഗ് അമൽ, അശ്വതി. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം SIT അന്വേഷണം ആരംഭിച്ചിട്ട് ഈ വരുന്ന ഒക്ടോബർ ആകുമ്പോൾ ഒരു വർഷം പിന്നിടും. ഈ ഒരു വർഷം പിന്നിടുമ്പോഴും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഇനി 2 മാസങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഒരു വർഷം തികയുന്നതിന്. കേസിലെ പ്രതികളെല്ലാവരും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ പത്മകുമാറും വാസുവും മുരാരി ബാബു, അദ്ദേഹം മരിച്ചുപോയി, അടക്കമുള്ളവർ ജാമ്യം നേടി സ്വാഭാവിക ജാമ്യത്തിൻ്റെ തണലിൽ പുറത്തേക്ക് ഇറങ്ങാൻ വഴിവെച്ചതിന് കാരണം ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ്. കേസിൻ്റെ ഒരു ഘട്ടത്തിലും, അതായത് സ്വാഭാവികമായും ഇത്തരത്തിൽ അനന്തമായി നീണ്ടുപോകുന്ന കേസുകൾ അങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഒരു ഇടക്കാല കുറ്റപത്രം എന്നൊരു സംവിധാനമുണ്ട്. ഇടക്കാല കുറ്റപത്രം കോടതി സമർപ്പിക്കും. അങ്ങനെ ഒരു ഇടക്കാല കുറ്റപത്രം എങ്കിൽ പോലും ഈ കോടതിയിൽ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നെങ്കിൽ ഈ പ്രതികളെല്ലാം ഇന്ന് ജയിലിൽ കിടക്കുമായിരുന്നു. അത് കഴിയാതെ വന്നതോടുകൂടിയാണ് എല്ലാ പ്രതികളും ഇപ്പോൾ പുറത്തിറങ്ങിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അട്ടിമറിക്കാൻ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. കാരണം കേസിലെ സുപ്രധാന പ്രതികളെല്ലാവരും CPI നേതാക്കളായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു മുരാരി ബാബു അടക്കമുള്ളവർ വലിയ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുന്നു. ഇവരെല്ലാം പുറത്താണ്. അതുകൊണ്ട് തന്നെ കേസിൽ ബാഹ്യ ഇടപെടലുകൾ നടത്താൻ ഇനി സുഗമമായിട്ട് സാധിക്കുമെന്ന കാര്യം കൂടി നിലവിലുണ്ട്. ഇത്തരം സംശയങ്ങൾ കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇത്രയും കാലം പിന്നിടുമ്പോൾ, അതായത് കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് അന്വേഷണമേ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്, നിലച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളികളുടെ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുള്ളൂ, അന്വേഷണത്തിൻ്റെ ഗതി തന്നെ മറ്റ് രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. എന്നാൽ ഇത്രയും ദിവസങ്ങൾ ഇങ്ങനെ പിന്നീടുമ്പോഴും ഇതിലെ ചില റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ടെന്നല്ലാതെ ഒരു പൂർണ്ണമായ രീതിയിലൊരു കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെ SITക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇതിൽ പ്രധാന പ്രതി ആര്, സ്വർണ്ണപ്പാളികൾ എങ്ങോട്ട് കൊണ്ടുപോയി, ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളുടെ ബാക്കി എവിടെ, തൊണ്ടി മുതൽ എവിടെ എന്നൊക്കെയുള്ള 100 കൂട്ടം ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ട്. അതിനൊന്നും ഉത്തരം SITയുടെ ഭാഗത്തില്ല. മാത്രമല്ല, ഇതൊക്കെ എന്താണ് സംഭവിച്ചത്, സ്വർണ്ണക്കവർച്ചയിൽ എന്താണ് സംഭവിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുവാൻ ഇതുവരെ SITക്ക് കഴിഞ്ഞിട്ടുമില്ല. വ്യാപകമായിട്ട് അറസ്റ്റുകൾ നടന്നു. അതിൽ 2 മുൻ ദേവസ്വം പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ ശബരിമലയിൽ തന്നെ നിന്നും സ്വർണം കടത്തിക്കൊണ്ടുപോയ ആളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പലരുടെയും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും CPM നേതാക്കളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധി പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും ഇതിലൊരു പ്രധാന കണ്ണിയിലേക്ക് എത്താൻ ഇതുവരെ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇനി ഒരുപക്ഷെ കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ ആ കുറ്റപത്രത്തിൻ്റെ പിഴവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെല്ലാം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അതൊന്നും തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കേസിൻ്റെ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടത്തിലൊക്കെ ബാഹ്യ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ, അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെട്ടു എന്നൊരു ആക്ഷേപമുണ്ട്. അത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ആ കാലത്തെ നടപടിക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതായത് ഈ കേസ് നടക്കുമ്പോൾ, ഈ സ്വർണ്ണക്കവർച്ച നടക്കുമ്പോഴുള്ള ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. ആ ദേവസ്വം ബോർഡ് മന്ത്രിയെ അന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് പോലും ആരും അറിയാതെ, മാധ്യമങ്ങൾ അറിയാതെ രഹസ്യമായിട്ടാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. അവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ അടക്കമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് SIT അന്വേഷിച്ചിട്ടില്ല, കടകംപള്ളിയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും കടകംപള്ളി സ്വസ്ഥനായിട്ട് പുറത്ത് വിഹരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്.
ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ CPM-ന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ അത് ശരിവെക്കുന്നത്. മാത്രമല്ല, ഇതിനോട് അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി നിന്നില്ല. ആ സമയത്തെല്ലാം അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം CPM നേതാക്കളെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നൊരു ആക്ഷേപം അന്ന് തന്നെ നിലനിന്നിരുന്നു. തീർച്ചയായും പ്രശാന്ത് പറഞ്ഞത് വ്യക്തമാണ്. എന്തായാലും ഒരു താല്പര്യം എന്തുകൊണ്ടാണ് SIT ഇത്രയും നാളായിട്ടും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഇത്രയധികം ഒരു അമാന്തത കാണിക്കുന്നത്? ലക്ഷ്യം കൃത്യമാണ്. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ അടക്കം മുൻ പിണറായി സർക്കാരിന്റെ നയം ഈ SITയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ആഭ്യന്തരമന്ത്രിയെ അടക്കം പോയി കടകംപള്ളി കണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും എത്രത്തോളം സുതാര്യമാണെന്ന് കൂടി കണ്ടറിയണം, അല്ലേ അമലെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്.